കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ കുറിച്ചിട്ടും അതുപോലെ അവിടുത്തെ എക്സ്പീരിയൻസിനെ കുറിച്ചിട്ടും പറയുന്ന സമയത്ത് അവിടെ വേണ്ട ഫെസിലിറ്റീസിനെ കുറിച്ചും പറയണം എനിക്ക് അല്ലേ. അത് മാത്രമല്ല, ഞാൻ മനസ്സിലാക്കിയത് ICU, ഞാൻ 2 വർഷം മുമ്പുള്ള കാര്യമാണ് പറയുന്നത്. ഈ ഒരു 2 വർഷം ഞാൻ പോയിട്ടില്ല. ഇനി അതിലെന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതായത് ഒരു ബെഡിൽ 2 കുട്ടികളാണ് കിടത്തുന്നത്. അപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു കുട്ടിക്ക് വേറെ തരത്തിലെ ഇൻഫെക്ഷനും ഒരു കുട്ടിക്ക് വേറെ തരത്തിലെ ഇൻഫെക്ഷൻ ആണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, രണ്ടും കൂടി കണക്ഷനായിട്ട് ഈ 2 കുട്ടികൾക്കും ഉണ്ടാകുന്ന പ്രശ്നം എന്തായിരിക്കും? മേ ബി എന്തെങ്കിലും തരത്തിൽ വൈറസിൽ ഒരു കുട്ടിയായിരിക്കും പിന്നെ ഒരു ഹാഫ് ഓഫ് ദ പോർഷനിൽ കിടക്കുന്നത്. മറ്റേ കുട്ടിക്കെന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമില്ല, പെട്ടെന്ന് ബെറ്റർ ആവാൻ പറ്റുന്ന ഒരു ഇൻഫെക്ഷനും കൊണ്ട് വേറൊരു കുട്ടി വരുന്നത്. അപ്പോൾ ഈ രണ്ടും കൂടെ കടന്നിട്ട് 2 കുട്ടികൾക്കുമാണ് അത് പ്രശ്നമായി മാറുന്നത്. സോ അങ്ങനത്തെ ഒരു കണ്ടീഷൻസും കൂടി അവിടെ ഒഴിവാക്കാൻ നിർബന്ധമാണ്. അപ്പോൾ ഇന്നിപ്പോൾ അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒന്നാമത് കുഞ്ഞു മക്കളാണ്, പ്രതിരോധ ശക്തിയും കുറവില്ല കുട്ടികളായിരിക്കാം. അതുകൊണ്ടാണ് അവർക്ക് കൂടുതലായിട്ട് സിവിയർ കേസസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതുപോലെയെല്ലാം ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതൊരു ഉപകാരമായിട്ടായിരുന്നു.